ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ്സിൻ്റെ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ 2024 നടന്ന മെയിൻ എക്സാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിലിമിനറി എക്സാമിന് ഒരു ചോദ്യവും 4 ഓപ്ഷൻ തന്ന് നമുക്ക് അവിടെ ടിക്ക് ചെയ്താൽ മതിയായിരുന്നു. മെയിൻ എക്സാമിന് വരുന്നത് OMR ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വുളൂഇൻ്റെ ഫർളാണല്ലോ നിയ്യത്ത്. എന്താണ് നിയ്യത്ത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. എന്താണ് നിയ്യത്ത്? അത് മനസ്സിൽ കരുതലാണ് എന്ന ഓപ്ഷൻ ബി ആണ് നമ്മളവിടെ എന്ത് ചെയ്യേണ്ടത്? OMR ഷീറ്റിലേക്ക് പോവുക. ഒന്നാമത്തെ നമ്പറിൻ്റെ നേരെ വന്ന ABCD എന്ന 4 ഓപ്ഷനിൽ 4 റൗണ്ടുകൾ വരും അല്ലേ? അതിൽ ബി എന്ന റൗണ്ടിൽ മുഴുവനായിട്ട് കളർ ചെയ്യാണ് വേണ്ടത്. നമ്മൾ റൗണ്ട് മുഴുവനായിട്ട് കളർ ചെയ്യണം. പെന്നാണെങ്കിൽ പെന്ന് കൊണ്ട് കറുപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അത് വേറെ റൗണ്ടിലേക്കായി പോവാനോ ഒന്നും പാടില്ല. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക എല്ലാവരും. അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്താണ്? താഴെ കൊടുത്തവയിൽ നജസായ മുലപ്പാൽ ഏത്? അപ്പോൾ നമ്മൾ ഭക്ഷിക്കൽ ഹറാമായ ജീവിയുടെ പാലാണ് നജസായത്. അപ്പോൾ പൂച്ചയുടെ പാലാണ് അവിടെ. അപ്പോൾ ഓപ്ഷൻ ഡി പൂച്ചയുടെ പാൽ എന്നതാണ്. അപ്പോൾ നമ്മളവിടെ OMR ഷീറ്റിൽ ഡി പോയി നോക്കുക. 2 എന്ന നമ്പറിന് നേരെ ABCD എന്ന 4 റൗണ്ടിലുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഡി എന്ന റൗണ്ടിലാണ് മുഴുവനായിട്ട് പോയി കറുപ്പിക്കേണ്ടത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം. ശരീരത്തിൽ നിന്നും മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ എന്നർത്ഥമുള്ളത് എന്താണ്? നമ്മൾ ശരീരത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾക്ക് ഔറത്ത് എന്നാണ്. അപ്പോൾ എ എന്നതാണ് നമുക്ക് ശരി. അപ്പം 3 എന്നതിലെ ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ എ വരും. അതാണ് നമ്മൾ കളർ ചെയ്യേണ്ടത്. അടുത്ത 4ാമത്തെ ചോദ്യം. അന്ത്യദിനത്തിൽ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമായിരിക്കും. ആരാണ്? ബാങ്ക് വിളിക്കുന്നവരെ പറ്റിയിട്ട് പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അന്ത്യദിനത്തിൽ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ് ബാങ്ക് വിളിക്കുന്നവർ. അപ്പോൾ ഓപ്ഷൻ ബി ബാങ്ക് വിളിക്കുന്നവരെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ബി എന്നതാണ് അവിടെ നമുക്ക് റൗണ്ടിൽ കറുപ്പിക്കേണ്ടത്. അടുത്തത് 5ാമത്തത്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. ഇങ്ങനെ പ്രാർത്ഥിച്ചത് ആര്? എപ്പോൾ? ആരാണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ നിർമ്മിച്ച ശേഷം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ നിർമ്മിച്ച ശേഷം ആണ് ഈ പ്രാർത്ഥന നടത്തിയത്. അപ്പോൾ അതിൽ എ എന്നതാണ് അവിടെ ശരിയാപ്പെടുത്തേണ്ടത്. അടുത്ത 6ാമത്തത്. നബിമാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ അവരെ വാജിബായ സിഫത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അതിലെ അമാനത്ത് വിശ്വസ്തത. ഓപ്ഷൻ സി എന്നതാണ് നമ്മൾ റൗണ്ട് ചെയ്ത് കളർ ചെയ്യേണ്ടത്. 7ാമത്തത്. മിർ റബ്ബിർ റഹീം. ഈ ആയത്തിലുള്ള സുക്കൂനുള്ള നൂൻ ഓതേണ്ടത് എങ്ങനെയാണെന്ന്? മിർ റബ്ബി. അപ്പം നൂനിന് ശേഷം റാ. അപ്പം എന്താണ് അവിടെ? മണിക്കാതെ റായിലേക്ക് ചേർത്ത് ഓതണം. അതായത് ഇദാമും ബിലാ ഉന്നത്ത് കൂടാതെ ഓതലാണ്. അപ്പം അവിടെ ഉന്നത്ത് എന്ന മണിക്കാതെ റായിലേക്ക് ചേർത്ത് ഓതലാണ്. ഓപ്ഷൻ എ എന്നതാണ് ശരിയാപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ പാഠഭാഗത്തിൽ പഠിച്ച രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതിലൊക്കെ വന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. മണിക്കാതെ റായിലേക്ക് ചേർത്തോതി. ഓപ്ഷൻ എ. അടുത്ത 8ാമത്തത്. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഒരക്ഷരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണ്? 10 പ്രതിഫലം ലഭിക്കും. 10 പ്രതിഫലം ലഭിക്കും എന്ന ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയാപ്പെടുത്തേണ്ടത്. ഒരു അക്ഷരത്തിന് 10 പ്രതിഫലമാണ്. അടുത്തത് 9. താഴെ കൊടുത്തവയിൽ നിസ്കാരത്തിൻ്റെ ഫർള്. ഇവിടെ വുളൂ ചെയ്യൽ, സൂറത്ത് ഓതൽ, ആദ്യത്തെ അത്തഹിയാത്ത്, ഫാത്തിഹ ഓതൽ. അപ്പോൾ അവിടെ നമ്മൾ നിസ്കാരത്തിൻ്റെ ഫർളുകൾ പഠിച്ചിട്ടുണ്ട്. ഫാത്തിഹ ഓതല്, നിയ്യത്ത്, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കല്,
അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഫാത്തിഹ ഓതലാണ്. വുളൂ ചെയ്യലൊന്നും നിസ്കാരത്തിൻ്റെ ഫർളല്ല. അപ്പോൾ ഓപ്ഷൻ ഡി എന്നതാണ് അവിടെ ശരിയാപ്പെടുത്തേണ്ടത്. അടുത്ത 10, എനിക്ക് സന്മാർഗവും മാന്യതയും നൽകണമേ എന്നർത്ഥമുള്ള വാചകം. നമ്മളൊരു ബൈത്ത് പഠിച്ചിരുന്നു അല്ലേ, അതിനാണ് ആത്തിനി റുഷ്ദം വ കറമൻ. ആത്തിനി റുഷ്ദം വ കറമൻ ഓപ്ഷൻ സി ആണ്. എനിക്ക് സന്മാർഗവും മാന്യതയും നൽകണമേ എന്നർത്ഥമുള്ള വാചകം ഓപ്ഷൻ സി. 10ാമത്തതാണ്. ഇനി 11, ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കലാണ് എന്ത്? ഹത്തമുൽ ഖുർആൻ. ഹത്തമുൽ ഖുർആൻ, ഖുർആൻ മുഴുവനായിട്ട് ഓതുന്നതിന് ഹത്തം തീർക്ക എന്ന് പറയും. അതാണ് ഇവിടെ ഹത്തമുൽ ഖുർആൻ ഓപ്ഷൻ ഡി. 12, വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സൽക്കർമ്മം എന്താണ്? സലാം പറയൽ. സലാം വിശ്വാസികൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കും. ഓപ്ഷൻ ബി ആണ് ശരിയാപ്പെടുത്തേണ്ടത്. 13, ഖലീലുള്ള എന്ന് പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ. ഖലീലുള്ള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഓപ്ഷൻ എ. 14, നബിയുടെ പിതാമഹന്മാരിൽ പെടാത്ത വ്യക്തി. പിതാമഹന്മാരിൽ പെടാത്ത വ്യക്തി അബൂ തോലിബ്. അബൂ തോലിബാണ്. ഓപ്ഷൻ ഡി അബൂ തോലിബാണ് പിതാമഹന്മാരിൽ പെടാത്തത്. പിതാമഹന്മാരിൽ പെട്ടതാണ് കുസൈ, കിലാബ്, ഹാഷിം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അബൂ തോലിബ് ആണ് ഇവിടെ നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. അടുത്തത് 15ാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ അത്ഭുതമായി സാവാ തടാകം വറ്റിയതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം എന്താണ്? അതിന് ചുറ്റും അവിശ്വാസികളുടെ ആരാധനാലയങ്ങളാണുള്ളത്. ഓപ്ഷൻ എ എന്നതാണ് അവിടെ ശരിയാപ്പെടുത്തേണ്ടത്. ഓപ്ഷൻ എ. അടുത്തത് 16ാമത്തത്, അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും എന്ന അർത്ഥമുള്ള ദിക്ർ എന്താണ്? നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വഅമൂതു എന്ന ദിക്ർ ചൊല്ലുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ അല്ലാഹുവേ നിന്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയും മരിക്കുകയും ചെയ്യും എന്ന അർത്ഥം വരുന്നത്. ഓപ്ഷൻ ബി. അടുത്ത 17, ഒരാളെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് മറ്റൊരാളോട് പറയലാണ് പരദൂഷണം. പരദൂഷണം ഓപ്ഷൻ ഡി. അടുത്തത് 18, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിക്കാതിരുന്നതിൻ്റെ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഉള്ളത് കാരണം. റൗള ഷരീഫ ഉള്ളത് കാരണം. ഓപ്ഷൻ സി. 19, ഖുർആൻ അല്പം പോലും പാരായണം ചെയ്യാത്തവരുടെ ഉദാഹരണം എന്താണ്? പരിപാലനമില്ലാത്ത വീട് പോലെയാണ് ഖുർആൻ തീരെ മനസ്സിലില്ലാത്തവരുടേത് എന്ന് നമ്മൾ പാഠത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അല്പം പോലും പാരായണം ചെയ്യാത്തവരുടെ ഉദാഹരണം പരിപാലനമില്ലാത്ത വീട്. ഓപ്ഷൻ എ. 20, മോഷണം പോലുള്ള കുറ്റങ്ങൾ ഇല്ലാതാവാൻ കുട്ടികളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? കുട്ടികളിൽ ഉണ്ടായിരിക്കേണ്ടത് വിശ്വസ്തതയും സത്യസന്ധതയും. ഓപ്ഷൻ സി വിശ്വസ്തതയും സത്യസന്ധതയുമാണ്. അടുത്ത 21, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കുന്നവർ ആരാണ്? ഉളൂവിന് ശേഷം ദുആ ചെയ്യുന്നവർ. ഉളൂവിന് ശേഷമുള്ള ദുആ ചെയ്യുന്നവർക്ക് സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാം. ഓപ്ഷൻ ഡി. 22, കുഞ്ഞുമായി വേഗം മടങ്ങൂ, അവർ ഈ കുട്ടിയെ അപകടപ്പെടുത്തും. ബഹീറ അബൂ തോലിബിനോട് പറഞ്ഞു. ആരാണ് അപകടപ്പെടുത്തുക? ജൂതന്മാർ. ജൂതന്മാർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം. ബഹീറ അബൂ തോലിബിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി എന്നതാണ് ശരിയാപ്പെടുത്തേണ്ടത്. അടുത്തത് 23, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നന്മ ചെയ്യണം. ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആർക്കാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നന്മ ചെയ്യേണ്ടത്? അയൽവാസികൾക്കാണ്. ഓപ്ഷൻ എ. അടുത്തതാ സദഖത വബരിർത്തു എന്ന് ചൊല്ലേണ്ടത് ഡാഷ് കേൾക്കുമ്പോഴാണ്. എന്ത് കേൾക്കുമ്പോഴാണ്? സുബ്ഹി ബാങ്കിലെ അസ്സലാത്തു ഹൈറും മിനന്നൗം എന്ന് കേൾക്കുമ്പോഴാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബാങ്കിൻ്റെ ലഫ്ലുകളിലെ ഹയ്യാലസ്സല ഹയ്യാലൽ ഫല എന്നൊക്കെ കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത എന്ന് ഇത് ചൊല്ലണം എന്ന് പഠിക്കണം. അതുപോലെ
അക്കാമല്ലാഹു അദാമഹ വജഅൽനി മിൻ സ്വാലിഹി അഹ്ലിഹ. അതോ ഖദ് ഖാമത്തിസ്സല, ഇഖാമത്തിലെ ഖദ് ഖാമത്തിസ്സല കേൾക്കുമ്പോഴാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ഇതിന്റെ കൂടെ കേട്ടോ. അടുത്തത് നരകത്തിലെ ഭക്ഷണമെന്ന് ഖുർആൻ പറയപ്പെട്ട വിഷച്ചെടി എന്താണ്? ലൊരീ എന്നതാണ് നരകത്തിലെ ഭക്ഷണമാണ് ഖുർആൻ പറഞ്ഞ വിഷച്ചെടിയുടെ പേരാണ് ലൊരീ. അപ്പം ഇത് പ്രിലിമിനറി എക്സാമിന് ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്, ലൊരീ എന്നതിൻ്റെ അർത്ഥം ഏതാണ്. അപ്പോൾ അവിടെ വിഷച്ചെടി എന്നതാണ് അവിടെ മുള്ള്, നരകത്തിലെ ഭക്ഷണം എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ലൊരീ എന്നതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ആദ്യമായി ഇറങ്ങിയ ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ? മക്കയിലെ ജബലുന്നൂരിലാണ് ഹിറാ ഗുഹ. അപ്പോൾ അവിടെ മക്കയിൽ എന്ന ഓപ്ഷൻ എ, മക്കയിൽ. 27 സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്വർഗത്തിലെ പ്രത്യേക സ്ഥലം എന്താണ്? ഫിർദൗസ്, ജന്നാത്തുൽ ഫിർദൗസ് എന്ന അത്യുന്നത സ്വർഗം സത്യവിശ്വാസികൾക്ക് ലഭിക്കും. ബി എന്ന ഇത് നമുക്ക് റൗണ്ട് കളർ ചെയ്യാം. അടുത്തത് എന്താണ്? മുഖവും കാലടികളും കിബിലക്ക് നേരെ വെച്ച് നിസ്കരിക്കണം. ആരാണ്? മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവര്. അപ്പൊ അവിടെ നിസ്കാരത്തിൽ നിന്ന് നിസ്കരിക്കുന്നവര് നെഞ്ചുകൊണ്ട് കിബിലക്ക് മുന്നിടണം. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് ഇതുപോലെ ഓപ്ഷനായിട്ട് മറ്റുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എന്താ എഴുതേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവരാണ് മുഖവും കാലടികളും ഉള്ളംകാലും കിബിലയിലേക്ക് നേരെ ആക്കേണ്ടത്. മനസ്സിലാക്കുക. ഓപ്ഷൻ ഡി. 29 ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ. ഓപ്ഷൻ എ. അടുത്തത് അവിടെ മദ്ദിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. ഈ ചിഹ്നം പരിശുദ്ധ ഖുർആനിൽ എന്തിനുപയോഗിക്കുന്നതാണ്? സ്വരാക്ഷരങ്ങളെ നീട്ടണം എന്നറിയിക്കാനാണ്. സ്വരാക്ഷരങ്ങൾ അലിഫ്, വാവ്, യാ ഇങ്ങനെ അതിനെ കൂടുതൽ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മദ്. അപ്പോൾ അതവിടെ മനസ്സിലാക്കുക. അടുത്തത് ഇനി 31 മുതൽ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്താണ്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രമേശ് ശർമ്മ. ഓപ്ഷൻ എ, രമേശ് ശർമ്മ. 32 ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയുടെ പേര്? നൈൽ നദി. നൈൽ എന്ന ഓപ്ഷൻ ബി. 33 കുട്ടികളുടെ പ്രശസ്ത പുസ്തകം ജംഗിൾ ബുക്ക് എഴുതിയതാരെന്ന്? ജംഗിൾ ബുക്ക് എഴുതിയതാരാണ്? ഓപ്ഷൻ ഡി, റുഡ്യാർഡ് കിപ്ലിംഗ്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്തത് 34 നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഓപ്ഷൻ ഡി. അടുത്തത് 35 മനുഷ്യ ശരീരത്തിലെ എത്ര അസ്ഥികളുണ്ട്? 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. ഓപ്ഷൻ സി. അടുത്തത് മത്സ്യത്തിൻ്റെ ശ്വസനാവയവമാണ് ഗിൽ. തവളയുടേത് ഏതാണ് എന്നാണ്? തവള ചർമ്മം കൊണ്ടാണ് ശ്വസിക്കുന്നത്. ചർമ്മം. ഓപ്ഷൻ ഡി. അടുത്തത് ഒരു വൃക്ഷത്തെ സംരക്ഷിക്കുന്ന ആവരണം അതിൻ്റെ പുറന്തൊലിയാണ്. ഓപ്ഷൻ സി, പുറന്തൊലിയാണ് ഒരു വൃക്ഷത്തെ സംരക്ഷിക്കുന്ന ആവരണം. 38 ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ്. 39 ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയുടെ പേര്? ഏറ്റവും ചെറിയ പക്ഷിയുടെ പേര് ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡ്. ഓപ്ഷൻ എ എന്നതാണ്. അടുത്തത് 40 താഴെ പറയുന്നവയിൽ ഏതാണ് മണ്ണൊലിപ്പിന് കാരണമാകാത്തത്? എന്താണ്? ഡ്രൈനേജ് മണ്ണൊലിപ്പിന് കാരണമാവൂല. അത് മനസ്സിലാക്കുക. ഓപ്ഷൻ സി. അടുത്തത് ആരാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്? അലക്സാണ്ടർ ഗ്രാഹാം ബെൽ. അലക്സാണ്ടർ ഗ്രാഹാം ബെല്ലാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. ഓപ്ഷൻ എ. 42 ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ്? ഓപ്ഷൻ ഡി, ഗ്രീൻ ഫൽക്കൺ എന്ന ഓപ്ഷൻ ഡി ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്?
വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ചൈൽഡ്? ചൈൽഡിന്റെ പ്ലൂറൽ ഫോം ചിൽഡ്രൻ. ഓപ്ഷൻ സി. അടുത്തത് വിച്ച് വേർഡ് ഈസ് എ പ്രൊനൗൺസ്? അതിൽ പ്രൊനൗൺസ് വന്നത് ഹി എന്നതാണ്. ഹി. ഓപ്ഷൻ ഇ. അടുത്ത 45 വാട്ട് ഈസ് ദ പ്രസന്റ് ടെൻസ്? ഗോന്റെ പ്രസന്റ് ടെൻസ് ഗോസ്. ഓപ്ഷൻ ബി. അടുത്തത് വിച്ച് വേർഡ് ഈസ് പ്രിപ്പോസിഷൻ? ഇതിൽ ഏതാണ് പ്രിപ്പോസിഷൻ? അണ്ടർ എന്നതാണ്. അണ്ടർ. എ. ഓപ്ഷൻ എ എന്നതാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. അടുത്തത് 102 ഇൻറ്റു 102. അതിനെ ഇൻറ്റു ചെയ്താൽ 10,404 ഇൻറ്റു ചെയ്താൽ ആൻസർ കിട്ടുക 10,404. അപ്പോൾ ഓപ്ഷൻ സി എന്നതാണ് അവിടെ ശരിയാക്കപ്പെടുത്തേണ്ടത്. അടുത്തത് 48. 10 പ്ലസ് 111 പ്ലസ് 2222. അപ്പോൾ അത് മൂന്നും കൂടി പ്ലസ് ചെയ്താൽ ആൻസർ വരിക എത്രയാണ്? 2343. ഓപ്ഷൻ ഡി എന്നതാണ് ശരിയാക്കപ്പെടുത്തേണ്ടത്. അടുത്ത 49. 1000 മൈനസ് ചെയ്യുക, അതിന്ന് 9 മൈനസ് ചെയ്യുക. അപ്പം 892 ആൻസർ വരിക. ഓപ്ഷൻ എ എന്നതാണ്. അപ്പം അത് ടിക്ക് ചെയ്യാം. അടുത്തത് എന്താണ്? 10,000 എത്ര 100 ഉണ്ട് എന്നാണ്. 10,000 എത്ര 100? അപ്പോൾ 10,000 100 എണ്ണാണ് ഉണ്ടാവുക. അതിനെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പോൾ 100ൽ 10 പ്രാവശ്യമാണ്. അപ്പോൾ ഓപ്ഷൻ എ 10 എന്നതാണ് അവിടെ ശരിയാക്കപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ ഇനി മെയിൻ എക്സാമിലേക്ക് പഠിക്കുന്നവർ ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇത് തന്നെ വരണം എന്നില്ല. ഇതുപോലെ മറ്റു ചോദ്യ നമ്പറുകളൊക്കെ മറ്റ് നമ്പേഴ്സും മറ്റ് പാഠബുക്കിൽ നിന്നുള്ള ഇതുപോലുള്ള മറ്റു ചോദ്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.